നല്ല സിൽക്കി ആയിരിക്കാൻ, നല്ല ഷൈനിങ് ആയിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണല്ലേ എല്ലാവരും. അപ്പോൾ ഇങ്ങനെ നല്ല സിൽക്കിയും നല്ല ഷൈനിങ്ങോട് കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് നാച്ചുറലായിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നറിയോ? അത്തരത്തിൽ നാച്ചുറലായിട്ട് നമ്മുടെ ഹെയർ സിൽക്കിയും ഷൈനിങ്ങും ആയിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നാച്ചുറൽ റെമഡീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ റെമഡി എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഉഴുന്ന് പരിപ്പാണ്. അപ്പോൾ ഈ ഉഴുന്ന് പരിപ്പ് തലേ ദിവസം വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം രാവിലെ അത് നന്നായിട്ട് ആ വെള്ളം കൂട്ടി അരച്ചിട്ട് നമ്മുടെ തലയോട്ടിയിലും തലമുടിയിലും ഒക്കെ അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ് താഴെയോ അല്ലെങ്കിൽ അത്ര നന്നായിട്ടൊന്ന് ഡ്രൈ ആവുന്നവരെ വെച്ചിട്ട് അത് കഴുകി മാറ്റുകയാണെങ്കിൽ നമ്മുടെ ഹെയർ നല്ല സിൽക്കി സോഫ്റ്റ് ആയിട്ട് കിടക്കും. കാരണം ഇതിൽ ധാരാളം മിനറൽസും ഫാറ്റി ആസിഡ്സും ഉണ്ട്. ഡ്രൈ ആയിട്ടുള്ള ഹെയറിനെ നന്നായിട്ട് ഷൈനിങ് ആക്കാനായിട്ട് ഇതിനെ സഹായിക്കും. മാത്രമല്ല മുടിക്ക് ഡാമേജ് ഉണ്ടാക്കുന്നതും കുറവായിരിക്കും. ചെമ്പരത്തി താളി, ചെമ്പരത്തിയുടെ ഇലയും ചെമ്പരത്തി പൂവും ഒക്കെയും കൂടെ മിക്സ് ആക്കിയിട്ട് താളി തയ്യാറാക്കി നമ്മൾ സാധാരണ ഷാംപൂവിന് പകരം ഈ താളി ഉപയോഗിക്കുന്നത് നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആയിട്ടും സിൽക്കി ആയിട്ട് കിടക്കാനും സഹായിക്കുന്നുണ്ട്. അപ്പം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. 10-15 ചെമ്പരത്തി ഇലകൾ, ആവശ്യത്തിന് ചെമ്പരത്തി പൂവ്, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ മിക്സിയിലിട്ട് അരച്ചെടുക്കുക. ഈ അരച്ചെടുത്ത ലിക്വിഡ് ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു കുറച്ച് ജെല്ലി ആയിട്ടുള്ള പോർഷൻ കിട്ടും. അത് നമ്മുടെ തലയോട്ടിയിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം കുറച്ച് നേരം വെച്ചിട്ട് കഴുകി മാറ്റുക. ഇത് നല്ലതാണ്. ഇത് കൂടാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മറ്റൊരു അടിപൊളി ഹോം റെമഡി എന്ന് പറയുന്നത് ഫ്ലാക്സ് സീഡ്സ് ജെല്ലാണ്. നമ്മുടെ നാട്ടിലെ ഫ്ലാക്സ് സീഡ് അഥവാ ചണ വിത്തുകൾ കിട്ടും വാങ്ങിക്കാനായിട്ട്. ഈ ഫ്ലാക്സ് സീഡ് നന്നായിട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇത് കട്ടിയായിട്ട് കുറുകി വരുന്നത് കാണാം. ഈ ഫ്ലാക്സ് സീഡ് ജെല്ലെടുത്ത് നമ്മുടെ തലമുടിയിലും തലയോട്ടിയിലും ഒക്കെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് നമ്മുടെ ഹെയർ നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് കിടക്കാനായിട്ട് ഇത് സഹായിക്കും. ഇനി നമ്മുടെ കയ്യിൽ എഗ്ഗ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ എഗ് വൈറ്റ്, 2 എഗ്ഗിൻ്റെ വൈറ്റ് എടുക്കുക. അതിലേക്ക് ഒരല്പം തേൻ ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് യോഗേർട്ട് അല്ലെങ്കിൽ തൈര് ഉണ്ടെങ്കിൽ അതായാലും മതി, അതിട്ട് കൊടുക്കുക. ഒരു 2 സ്പൂൺ എണ്ണ, അതായത് വെളിച്ചെണ്ണ, ഇത്രയിട്ട് മിക്സിയിലിട്ട് അരച്ച് നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ട് നമ്മുടെ തലയോട്ടിയിലും തലമുടിയിലും അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടി നല്ല മോയ്സ്ചറൈസ് ആക്കി വെക്കാനും നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് കിടക്കാനും അത് സഹായിക്കും. നമ്മുടെ സ്വന്തം കറ്റാർവാഴയില്ലേ, അതായത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ജെല്ലല്ല, അല്ലാതെ നമ്മുടെ വീടുകളിലും മറ്റും വാങ്ങിക്കാനും കിട്ടും പുറത്ത്. അത്തരത്തിലുള്ള കറ്റാർവാഴയുടെ ജെല്ല് മാത്രം എടുത്ത്, അതിനകത്തുള്ള കറ കളഞ്ഞ് ജെല്ല് മാത്രം എടുത്ത് മിക്സിയിലിട്ട് അരച്ച് നമ്മുടെ തലയോട്ടിയിലും തലമുടിയിലും അപ്ലൈ ചെയ്യുന്നത് മുടി നന്നായിട്ട് വളരാനും സഹായിക്കും. മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് കിടക്കാനും സഹായിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഹോം റെമഡീസിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ ഹെയറിന് ഇത് സ്യൂട്ട് ആകുന്നുണ്ടോ അല്ലെങ്കിൽ അലർജി ഇല്ലാത്തതല്ലേ എന്നുള്ളത് ഉറപ്പാക്കുക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രൊഫഷണലിന്റെ സഹായം കൂടെ തേടാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.